ഹായ്, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. പലപ്പോഴും മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം അവർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ പോരായ്മകളാണ്. നല്ല ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് വേണ്ടിയും ആ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിലും നല്ല നിലയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായേ മതിയാകും. ആശയവിനിമയത്തിൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുള്ള വഴികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുവാനുള്ളത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നതാണ്. നന്നായി ആശയവിനിമയം നടത്തുക എന്നാൽ സംസാരിക്കുക മാത്രമല്ല, മറ്റുള്ളവർ സംസാരിക്കുന്നത് നന്നായി കേൾക്കുകയും ചെയ്യണം. അവർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതുപോലെ തന്നെ സംശയമുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് പറയുന്ന വ്യക്തിക്ക് അവരെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിലൂടെ ഒരു നല്ല ബന്ധം ഉടലെടുക്കുകയും ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ശരീരഭാഷ. ഏതൊരു ആശയവിനിമയത്തിലും സംസാര ഭാഷ പോലെ തന്നെ ശരീരഭാഷയും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആംഗ്യങ്ങൾ, മുഖഭാവങ്ങൾ എന്നിവയിലേക്ക് വളരെയേറെ ശ്രദ്ധ നൽകണം. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കുകയോ അതല്ല എങ്കിൽ മുഖത്ത് ഇതൊക്കെ എന്ത് എന്നൊരു തോന്നൽ വരുത്തിക്കൊണ്ട് ചില ആൾക്കാർ പറയുമ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഇതൊക്കെ ഞാൻ ഇത്ര കേട്ടതാണ് എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് അത് നമ്മുടെ മുഖത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനനുസരിച്ച് പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും പുഞ്ചിരിയോടുകൂടി കേൾക്കുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ബന്ധങ്ങൾ ഉടലെടുക്കുകയുള്ളൂ. മറ്റൊരു പോയിൻ്റാണ് സഹാനുഭൂതിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സഹാനുഭൂതിയോടുകൂടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നത് കൊണ്ട് ആശയം മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയെന്നാൽ നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നതിനപ്പുറം ആ കേൾക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിക്കണം. ഞാൻ ആ കാര്യം പറഞ്ഞതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയുന്ന വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മിതത്വം പാലിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കും. അത് മറ്റുള്ളവർക്ക് നമ്മളോട് മതിപ്പും ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാകാൻ സാധിക്കും. നാലാമതായിട്ട് പറയുവാനുള്ളത് വ്യക്തമായിട്ട് സംസാരിക്കണം. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ. ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളും വിവരങ്ങളും ഒക്കെ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ സംസാരിക്കുവാൻ. അഞ്ചാമത്തെ പോയിൻ്റാണ് ആളുകളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മുടെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളെ അതല്ല എങ്കിൽ കേൾക്കുന്ന ആളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തമാശ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയെടുത്ത് സംസാരത്തിൽ അധികവും നമ്മൾ തമാശ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് കേൾക്കുന്ന ആൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനും നമ്മളോട് വെറുപ്പുണ്ടാക്കാനും സാധ്യതയുണ്ട്. നമ്മളൊരു അടുത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് മുതിർന്നവരോട് പറയുന്ന കാര്യങ്ങളാണ് അവരോട് പറയുന്നത് എങ്കിൽ ആ കുട്ടികൾക്ക് ആ ക്ലാസ് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആളുകളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിക്കേണ്ടത്. ആറാമത്തെ പോയിൻ്റായിട്ട് പറയുവാനുള്ള പിടിവാദം അല്ലെങ്കിൽ പിടിവാശി. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വാദിക്കുവാൻ ഒരിക്കലും പാടില്ല. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ വളരെ കൃത്യമായും ആത്മവിശ്വാസത്തോടു കൂടിയും നിങ്ങൾ പറയുക. എന്നാൽ നിങ്ങളുടെ വിചാരങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെയോ മറ്റൊരാളിൽ ഒരിക്കലും നിങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. മാത്രവുമല്ല, നമ്മൾ പറയുന്നത് വ്യക്തമായ അറിവുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യത്തുള്ളൂ. ഏഴാമതായിട്ട് പറയുവാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഒരാൾ സംസാരിക്കുമ്പോൾ അവരുടെ ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ എന്നിവ പങ്കുവെക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം നമ്മൾ. ഇതിനായിട്ട് അവരോട് ഇടയ്ക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അടുത്തൊരു പോയിൻ്റാണ് വളരെയേറെ ശ്രദ്ധിക്കുക എന്നത്. ഒരാളുമായിട്ട് കൃത്യമായിട്ട് ആശയവിനിമയം നമ്മൾ നടത്തുവാൻ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിനൊപ്പം തന്നെ അവരുടെ സ്വരം, മുഖഭാവങ്ങൾ, ശരീരഭാഷ തുടങ്ങിയവയെല്ലാം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തൊരു പോയിൻ്റാണ് ഫീഡ്ബാക്ക് എന്നത്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. അതൊരു പക്ഷേ നമ്മൾ അറിയണമെന്നില്ല.
അതിനായി നമ്മളുമായിട്ട് ഗുണകാംക്ഷയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതർ, പ്രിയപ്പെട്ടവർ ആരുമായിക്കോട്ടെ, അവരോട് ഫീഡ്ബാക്ക് ചോദിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ആ ഫീഡ്ബാക്കുകൾക്ക് അനുസരിച്ച് കൃത്യമായിട്ട് മാറ്റങ്ങൾ സംസാരത്തിൽ വരുത്തേണ്ടതുണ്ട് എങ്കിൽ നമ്മൾ മാറുവാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കണം. ആശയവിനിമയ ശൈലി സംസാരിക്കുന്ന ആളുടെ രീതിക്ക് അല്ല എങ്കിൽ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് വേണം നമ്മുടെ ആശയവിനിമയ ശൈലി മാറ്റുവാൻ. ഔപചാരികമായോ അനൗപചാരികമായോ ഒക്കെ ആയിട്ട് വിവിധ ആശയവിനിമയങ്ങൾ നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റും. അപ്പോൾ എവിടെയാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് വേണം ഏത് ആശയവിനിമയ ശൈലിയാണ് വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പരസ്പരം ബന്ധങ്ങൾ ഉടലെടുക്കുവാൻ വേണ്ടി നല്ല ആശയവിനിമയം നടത്തേണ്ടതായിട്ടുണ്ട്. നല്ല ആശയവിനിമയം നടത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ ജീവിക്കട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.